സ്പേസ് ചാനലിൻ്റെ ചലോ ബദ്ലഹം പരിപാടിയിലെ 12ാമത്തെ എപ്പിസോഡാണ്. 12ാമത്തെ എപ്പിസോഡിൻ്റെ പുണ്യമെന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് ഒരു പുണ്യം ആയിട്ട് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ബത്ലഹേമിലെ പുൽക്കൂട്ടിലാണ്. ഈ ലോകം മുഴുവൻ യേശു മിശിഹായുടെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന സത്യം വളരെയധികം വെളിപ്പെടുത്തി തന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ ഈ കാത്തിരിപ്പിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്തത് അറിയില്ല. എങ്കിലും യേശു മിശിഹ ഒരു ചരിത്ര സംഭവമായി മാറിയത് ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെയാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ പ്രവാചക സ്വഭാവമുള്ള യെശയ്യായുമൊക്കെ ഈ കാത്തിരിപ്പിന് കൃത്യത നൽകിക്കൊണ്ടേ. വിശുദ്ധ ചാവറയച്ചൻ്റെ എക്കലോഗ്, ഇടയനാടകങ്ങൾ എന്ന് പറയുന്ന ചാവറയച്ചൻ്റെ സംഭാവന ചലോ ബത്ലഹേമിലെ ചാവറയച്ചനും സംഭാവന ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാവറപ്പിതാവിൻ്റെ ഒരു എക്കലോഗിലെ ഒരു കഥാപാത്രമുണ്ട്, തറാസി. തറാസി വലിയൊരു കാത്തിരിപ്പിന്റെ മനുഷ്യനായിരുന്നു. കാത്തിരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തിൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും. കാത്തിരിക്കുന്ന മനുഷ്യരുടെ ശരീരഭാഷ തന്നെ വ്യത്യാസം വരും. നമ്മുടെ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോയിരിക്കുന്ന അപ്പനെ കാണാൻ ഒരു കുഞ്ഞ് കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മ കാത്തിരിക്കുമ്പോൾ അവരുടെ മനോഭാവവും അവരുടെ ശരീരഭാഷയും ഒത്തിരി ഒത്തിരി വ്യത്യാസപ്പെടും. ഈ ലോകം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഈ ലോകത്തിന് കാത്തിരിപ്പിന്റെ ഭാരം, ശരീരഭാരം, മനസ്സിന്റെ ഭാരം കൂടിക്കൂടി കൊണ്ടിരുന്നു. ഈ തറാസി എന്ന് പറയുന്ന കഥാപാത്രം, ചാവറയച്ചന്റെ കഥാപാത്രം, ഈ കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും ആട്ടിടയന്മാരും ഒക്കെ ആയിട്ടുള്ള കൂട്ടം, ആട്ടിടയക്കൂട്ടം, അവര് വികാരഭരിതമാകുമ്പോൾ, അവര് കാത്തിരുന്ന് മടുക്കുമ്പോൾ തറാസിയാണ് അവർക്ക് അവലംബമായിട്ട് തീരുന്നത്. ഞാനിതിനെ പലപ്പോഴും ഒരു സെമിനാരിയായിട്ടും, സെമിനാരിയുടെ റെക്ടറച്ചനായിട്ടും, സെമിനാരിയുടെ ഗുരുക്കന്മാരുമൊക്കെ ആയിട്ട്, സെക്ഷൻ മാസ്റ്റർമാരുമായിട്ടൊക്കെ ചിത്രീകരിക്കാം. റെക്ടറച്ചനെ തറാസിയുടെ സ്വഭാവമാണ് റെക്ടറച്ചൻ. പണ്ഡിതനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പ്രവചനങ്ങളും ആഖ്യാനിക്കാനുള്ള കഴിവുള്ള മനുഷ്യനാണ്. ഈ ഇടയക്കൂട്ടങ്ങള് വ്യഗ്രതപ്പെടുകയും വേദനിക്കപ്പെടുകയും കാത്തിരിപ്പ്
കൂടുന്നതോടുകൂടി വ്യഗ്രതയാക്കപ്പെടുന്നവരെ സമാശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് തറാസി മാറുകയാണ്. ചാവറയച്ചൻ്റെ കഥാപാത്ര നിർമ്മിതിയിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് തറാസി. ഇടയ നാടകങ്ങളിലെ തറാസി മുത്തപ്പൻ്റെ കഥാപാത്ര നിർമ്മിതി. കാത്തിരിപ്പ് ഖനീഭവിച്ച ഒരു രൂപമായിട്ട് ഈ തറാസി മാറുക. അത് തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ ഉൾക്കൊള്ളുന്ന ഇടയ സമൂഹവും, ഇടയ സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു ഇടമാണല്ലോ സെമിനാരി. അപ്പോ ആ ഇടത്ത് ഈ തറാസിയുടെയും ഇടയ കുഞ്ഞുങ്ങളുടെയും ചിന്ത ബലിഷ്ഠമായി തീരുകയാണ്. ആ കാത്തിരിപ്പ് ടാഗോർ പറയുന്നുണ്ട്. കാത്തിരിപ്പിനെ കുറിച്ച് ടാഗോർ പറയും, ഓരോ ക്രിസ്മസും ഓരോ പുൽക്കൂടും പ്രത്യാശ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയും. പ്രത്യാശയുടെ ഭവനമാണ്, കാത്തിരിപ്പിന്റെ ഭവനമാണ് ഈ പുൽക്കൂട് എന്ന് പറയും. കാത്തിരിപ്പും പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം പുണ്യങ്ങളായി തീരുന്ന ഒത്തിരി അവസരങ്ങൾ ഈ ലോകം നമുക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു. ഈ ലോകത്തിൻ്റെ വലിയൊരു സംഭാവന എന്ന് പറഞ്ഞാൽ കോവിഡിലെ മനുഷ്യന്റെ പ്രത്യാശ വർദ്ധിച്ച ഒരു ഇടമാണ്. അമേരിക്കയിലെ 8 ലക്ഷം പേരാണ് മരിച്ചത്. ബ്രസീലിൽ മരിച്ചത് 6.1%. ഇന്ത്യയിലെ 4.75% മരിച്ചത്. ലോകത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ഒരു കോവിഡ് കൊണ്ടൊന്നും ഒരു പ്രതീക്ഷയും മനുഷ്യനും പ്രത്യാശയും നഷ്ടപ്പെടില്ല. അവനൊരു കാത്തിരിപ്പിന്റെ അനുഭവം, പ്രത്യാശയുടെ കാത്തിരിപ്പിന്റെ അനുഭവം നൽകിയ വലിയൊരു സംഭവം. ഈ മനുഷ്യകുലത്തെ തോൽപ്പിക്കാൻ ഒന്നിനും അഹങ്കരിക്കരുത്, ഒന്നിനും സാധിക്കില്ല. കാരണം ഈ പ്രത്യാശ ദൈവത്തിൻ്റെതാണ്. ഈ പ്രത്യാശ പുൽക്കൂടിൻ്റെതാണ്. ഈ കാത്തിരിപ്പ് ഉണ്ണിമിശിഹായുടേതാണ്. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, ഓരോ പുൽക്കൂടും കാലഘട്ടം മാറി വരുന്നു എങ്കിലും പുതിയ പുതിയ അനുഭവങ്ങൾ, കോവിഡുകളിലേക്കും ദുരന്തങ്ങളിലേക്കുമൊക്കെ ഈ സമൂഹം നടന്നെടുത്താലും ഒരു പ്രത്യാശ ദൈവം തമ്പുരാൻ അവിടെ ബാക്കി വെച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ പുൽക്കൂടിന്റെ പുണ്യം, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തില് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാത്തിരിപ്പിൻ്റെ, പ്രത്യാശയുടെ പുണ്യം ദൈവം അനുഗ്രഹിച്ച് തന്നതാണ്. അതുകൊണ്ട് ഈ പുൽക്കൂടിന്റെ പുണ്യത്തിലേക്ക് നമുക്ക് അതിനെ ചേർത്ത് വയ്ക്കാം.